അമേരിക്കയുമായുള്ള എല്ലാ മധ്യസ്ഥ ചർച്ചകളും സമാധാന കരാർ ചർച്ചകളും അവസാനിപ്പിച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. സമാധാന കരാർ എന്ന പേരിൽ ഒരു വശത്ത് ചർച്ച നടത്തി അതിലേക്ക് ചില സമവായങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഭാവിക്കുകയും മറുവശത്തുകൂടി മറ്റ് രണ്ട് രാജ്യങ്ങളെ, അതായത് ഫലസ്തീനെയും ലെബനോണിനെയും ഒരുപോലെ ആക്രമിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിൻ്റെ നരാധമ പ്രവൃത്തിയോട്, കിരാത പ്രവൃത്തിയോട് യോജിക്കാനാകാത്തത് കൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നതെന്നും വേണ്ടി വന്നാൽ ലെബനനെ സഹായിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. സദേൺ ലെബനനിൻ്റെ പല ഭാഗങ്ങളും പിടിച്ചടക്കിയ ശേഷം അത് വളരെ തന്ത്രപ്രധാനമായ വിജയമായി പ്രഖ്യാപിച്ച് ഒരു കാലത്ത് ഒക്യുപ്പൈഡ് ടെറിട്ടറികളിൽ നടത്തിയതുപോലെ അവിടുത്തെ ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാണ് IDF അവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ആ സ്ഥലങ്ങൾ കൂടി കീഴടക്കുന്ന ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ നടപടിയെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് ഓരോ മേഖലകൾ ക്ലിയർ ഔട്ട് ചെയ്ത് കീഴടക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കാനാണ് സമാധാന കരാർ എന്ന പേരിൽ ഒരാളുമായി ലോഹ്യത്തിലാവുകയും അയാളെ ചേർത്ത് പിടിക്കുന്നത് പോലെ സമാധാനത്തിന് നിർത്തുന്നത് പോലെ ഭാവിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് ലോകത്ത് ഇപ്പോൾ പറയാൻ ഇറാൻ മാത്രമേ ഉള്ളൂ എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ടാണ് തങ്ങളുമായുള്ള സമാധാന കരാർ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നും വെടിനിർത്തൽ കരാറിൻ്റെ എല്ലാ കാര്യങ്ങളും ലംഘിക്കപ്പെടുകയാണെന്നും വീണ്ടും ആക്രമിക്കപ്പെടുകയാണെന്നും തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറാണെന്നും ഇറാൻ പ്രഖ്യാപിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് നല്ലതുമാണ്. ആർക്കും ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ലോകമാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് അവസാനിക്കുന്നതാണ് പിന്നെ നീതി. അതല്ലാതെ കുറച്ചു പേർ മാത്രം മറ്റു കുറേ പേരെ കൊല്ലുകയും പിടിച്ചെടുക്കുകയും പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനൊത്താശ ചെയ്തു കൊടുക്കാനും കാശ് കൊടുക്കാനും സാമ്പത്തികം കൊടുക്കാനും രഹസ്യവും പരസ്യവുമായി ഒപ്പം നിൽക്കാനും അവരുടെ കൂടെ നിന്നാൽ തൽക്കാലം ഇപ്പോൾ ഉള്ള കസേരകൾക്കെങ്കിലും ഒരു കോട്ടവും വരുത്തില്ലെന്ന് പറഞ്ഞ് ഒപ്പം നിൽക്കാൻ കാണിക്കുന്ന ആളുകളോടൊപ്പം തൊപ്പിയും ദീക്ഷയും വെച്ച് കുറേ കെടുതാപ്പ് ആത്മീയതയും പറഞ്ഞ് ഇതെല്ലാം ഷിയാക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്ന കുറേ നാറികൾ കൂടി ഈ രംഗത്ത് സംസാരിച്ചുകൊണ്ടിരിക്കെ ആ ലോകത്താണ് ഒരു രാജ്യം ഒറ്റയ്ക്ക് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി സമാധാന ചർച്ച ഇവിടെ തീർക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കണം, സമാധാനത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ കനത്ത വില കൊടുക്കേണ്ടി വരുന്നൊരു രാജ്യമാണ് ഇറാൻ. ഒരുപാട് പ്രതിസന്ധിയുണ്ട്, ഉപരോധമുണ്ട്, സാമ്പത്തിക തകർച്ചയുണ്ട്, ഒരു തരത്തിലും സഹായിക്കപ്പെടാത്ത ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച് ആ കാര്യത്തിൽ യുദ്ധമാണെങ്കിൽ യുദ്ധമെന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ലോകത്തൊരുത്തനുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ താല്പര്യങ്ങളും അവൻ്റെ ജാതിയും അവൻ്റെ വിഭാഗവും അവൻ്റെ മതവും അവൻ നാളെ സ്വർഗത്തിലോ നരകത്തിലോ ആണോ എന്നുള്ളതും പണ്ട് കാലത്ത് എന്തെങ്കിലും പ്രവാചകൻ്റെ പരമ്പരയെ അവൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഈ കാലത്ത് ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊപ്പം കൂടുന്ന ഒരുപാട് അവസരവാദികൾ കൂടിയുള്ള ലോകത്താണ് ഇറാൻ ഇപ്പോൾ ആ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം സമാധാനത്തിന് വേണ്ടി സീസ് ഫയർ അഥവാ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുകയും മറുവശത്ത് എല്ലാ തരത്തിലും ഇസ്രായേലിനെ അഴിച്ചുവിട്ട് ലെബനൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യത്തെ ആക്രമിക്കുകയും അവിടം പിടിച്ചെടുക്കുകയും ഒരു ഭാഗം സ്വന്തമാക്കുകയും എന്നിട്ട് വീണ്ടും ജനങ്ങളെ അവിടേക്ക് വിടുകയും ഫലസ്തീനിലെ ജനങ്ങളെ ഓരോ മണിക്കൂറിലും കൊന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും നീതീകരിക്കാനാവില്ലെന്ന് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള എല്ലാവരും പറഞ്ഞിട്ടും അതിനൊന്നും പുല്ലുവില കൽപ്പിക്കാതാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആ സന്ദർഭത്തിലാണ് ഇറാൻ ഇത്തരമൊരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ലോകത്തെല്ലാവർക്കും അവരവരുടെ ആഭ്യന്തര അതിർവരമ്പുകൾ സൂക്ഷിച്ച് ആ രാജ്യത്തിനകത്ത് സമാധാനമായി ജീവിക്കാനാകണം. അതുമല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് അവസാനിക്കണം. കാരണം അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു നീതി. അതിനു പകരം ഇവരെ പിടിച്ചാൽ എത്ര ദുഷ്ടന്മാരാണെങ്കിലും നമ്മൾ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് ഒപ്പം നിന്ന് അതിൻ്റെ വീതം പറ്റുന്ന ചതിയന്മാരുടെ മുന്നിൽ നിവർന്നു നിന്ന് ഇങ്ങനെ പറയാൻ ഒരു രാജ്യമുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഭിമാന നിമിഷമായി ആകെ ഓർത്തിരിക്കാവുന്നത്.